കേരളത്തെ സംബന്ധിച്ചിടത്തോളം കെ സുരേന്ദ്രൻ വീണ്ടും അധ്യക്ഷ പദവിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ പോലും ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ഗ്രൂപ്പുകൾക്ക് അതീതമായി ഒറ്റയാൾ തന്നെ വരണം എന്നുള്ളൊരു നിർദ്ദേശം വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഗ്രൂപ്പുകളുടെയും ഭാഗമല്ലാത്ത രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം അദ്ദേഹം ബാംഗ്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു വ്യവസായിയായിരുന്നു. നേരത്തെ ഫിക്കിയുടെ അധ്യക്ഷനായിരുന്നു. ഇത്തരത്തിൽ ഒരു വ്യവസായി കൂടിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ താവളം ഇനി കേരളത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതിനു മുമ്പും രാജീവ് ചന്ദ്രശേഖരന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും ഇന്നലെയൊക്കെ ബി.ജെ.പി നേതാക്കന്മാരിൽ അധികവും പറഞ്ഞത് അവരെല്ലാം സൂചിപ്പിച്ചിരുന്നതും കെ സുരേന്ദ്രന് സാധ്യതയുണ്ട്, കെ സുരേന്ദ്രൻ തുടരാനാണ് സാധ്യത. കാരണം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെയും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും അദ്ദേഹം തുടരും എന്നുള്ള ചില സൂചനകളാണ് ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിലേക്ക് ബി.ജെ.പി അധ്യക്ഷ പദവി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അദ്ദേഹം 3 പ്രാവശ്യം ബംഗളൂരുവിൽ നിന്നും രാജ്യസഭയിൽ എത്തിച്ചേർന്നിരുന്നു. ഒപ്പം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം മന്ത്രിയായിരുന്നു. അതെല്ലാം ഉപരിയായി അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ തന്നെ തിരുവനന്തപുരത്ത് പ്രചരണ സമയങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് യുവാക്കളിലേക്ക് കൂടുതൽ അടുക്കുവാനും ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എത്തിയപ്പോഴേക്കും വലിയ തരത്തിലുള്ള യുവാക്കളുടെ ഒരു സ്വീകാര്യത അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു. മാത്രവുമല്ല ഇതുവരെയായും ആരോപണ വിധേയനാവാത്ത ഒരു പുതുമുഖം കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് നമുക്ക് പറയാൻ കഴിയും.